മാസ എൻട്രിക്കാണല്ലോ. ഇയാൾ ആര്? ഹീറോയോ അതോ വില്ലനോ? ആരുഷി മനസ്സിൽ ചോദിച്ചു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞെന്ന് മുഖത്തുനിന്ന് സൺഗ്ലാസ് ഊരിക്കൊണ്ട് ചുറ്റൊന്ന് കണ്ണോടിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ അവരവനെ വ്യക്തമായി കണ്ടു. ഏതേ ലിപ്സ്റ്റിക് ഇട്ട് ഈ കുമ്പളങ്ങാമോറൻ? ആരുഷി ശില്പയോട് ചോദിച്ചുകൊണ്ട് അവിടെ നേരെ തിരിഞ്ഞു നോക്കി. അപ്പോൾ പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ട പോലെ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു തള്ളി വാ പൊളിച്ച് നിൽക്കായിരുന്ന ശില്പ ഏതോ ലോകത്തെന്ന പോലെ പറഞ്ഞു, അവിനാശ്, അവിനാശ് അറോറ. അതാരാ, ബംഗാളിയാണോ? നിനക്കെങ്ങനെ ഇയാളറിയാം? നീ എന്തിനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നേ? അഞ്ജലി ഒറ്റയടി കുറേ ചോദ്യങ്ങൾ തൊടുത്തു വിട്ടു. അവിനാശിനെ അറിയാത്തവരാരോ ഉള്ളു? ഹീസ് എ ബിഗ് ബിസിനസ് മാൻ. മലയാളിയാ, അച്ഛൻ കാശ്മീരിയാണ്, അമ്മ മലയാളി. ഇയാളാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിയത്. കോടീശ്വരനാ, അതുപോലെ ഭയങ്കര ചൂടനും. പ്രതികരണശേഷി അല്പം കൂടുതലായതുകൊണ്ട് എപ്പോഴും ഓരോ പ്രോബ്ലം ഉണ്ടാക്കും. പക്ഷേ ഹീസ് എ നൈസ് ഗൈ. പിന്നെ അത് ലിപ്സ്റ്റിക് ഒന്നല്ല, ചെക്കൻ കാശ്മീർ ബ്രാൻഡ് അല്ലേ, അതിന് ലുക്കാ. ആ നിറവും മറ്റും കണ്ട. ശില്പയുടെ ഉത്തരം കേട്ട് ആരുഷി വാവിളിച്ച് നിൽക്കുകയായിരുന്നു. ബയോഡാറ്റ മൊത്തം അറിയാലോ നിനക്ക്? അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. പിന്നല്ലാതെ, ഇവനെക്കുറിച്ച് ആർക്കറിയാത്തത്? ഇവന്റെ ഫേവറേറ്റ് ഫുഡ്, കളർ, മൂവി, ആക്ടർ തുടങ്ങി ഇവന്റെ ഓരോ ചലനങ്ങളും എല്ലാ പെൺകുട്ടികളും മനപ്പാടാക്കും. ഇൻസ്റ്റയിലൊക്കെ താരല്ല ഇവൻ. ഓരോ ആറ്റിറ്റ്യൂഡ് വീഡിയോ കാണണം. ഓ, എന്തൊരു ഗ്ലാമറാ, സഹിക്കുന്നില്ല. നേരിട്ട് കണ്ട് തന്നെ വിശ്വസിക്കാനൊരു പ്രയാസം. ഇന്നലെ വരെ കൊറിയയിലായിരുന്നു. ആ, അപ്പൊ ചുമ്മാതല്ല, പ്ലാസ്റ്റിക് മൂഞ്ചിയാവും, അതാണ് ഇത്ര ഗ്ലാമർ. പോ അവിടുന്ന്, ആ ഒറിജിനല. അരിശത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞ ശില്പ പകച്ചു നിൽക്കുന്ന ആരുഷിയെ കണ്ടപ്പോൾ സ്വബോധം വീണ്ടെടുത്തു. സോറി മാം, സോറി, ഞാൻ പെട്ടെന്ന്, സോറി, നാളെ കാണാം. ആകെ പരിഭ്രമിച്ചു പോയ ശില്പ വേഗം സ്ഥലം കാര്യാക്കി. ദാ, ഇനി ഈ പുതിയ കൂടി ഇട്ട തീർന്നു. ഓക്കെ, അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. ആരുഷി അരിയിലുണ്ടായിരുന്ന ആരവിനോട് പറഞ്ഞു. അവൾ പതുക്കെ പ്രഷർ കുക്കർ തുറന്നു. ആഹാ, എന്തൊരു മണം, കൊതിയാവുന്നമ്മ, വേഗം ചോറുതാ. ആരവ് ചിണുങ്ങി. മിനിറ്റുകൾക്കപ്പുറത്ത് പ്ലോട്ടിൽ കണ്ണും നട്ട് ഓരോ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന അവിനാശ് മൂക്ക് വിടർത്തി നല്ല കോഴിക്കറിയുടെ മണം. സാമുവൽ, അവൻ ഇറക്കി വിളിച്ചു. യെസ് സർ. അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. നല്ല വിശപ്പ്, അടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അവിനാശിൻ്റെ മറുപടി കേട്ട് അയാൾ തലയാട്ടിക്കൊണ്ട് നടന്നകന്നു. അത്താഴം കഴിഞ്ഞ് അടുക്കളയും പൂട്ടി വരുമ്പോൾ പതിവ് പോലെ ഫോൺ ശബ്ദിച്ചു. രണ്ടാളും ഉണ്ട്. ആരുഷി ചിരിയോടെ ഫോൺ എടുത്തു. ഹായ് കടൂസ്, എവിടെ ഫുഡിയാ? ആരുഷി ചോദിച്ചു. ഐഷ്, എന്താണ് ആരുഷി അവിടെ ഒരു ബഹളം? ഷബാനി രാജി ഒരുമിച്ചാണ് ചോദിച്ചത്. ഒന്നും പറയണ്ട, ആ ഫാക്ടറിയുടെ പണിയെടുക്കല്ലേ, 24 മണിക്കൂറും പണിയെടുത്തോണ്ടിരിക്കുക. എന്തൊരു ബഹള. അതേതായാലും നന്നായി, കുറച്ച് ദിവസത്തേക്ക് കള്ളന്മാരെ പേടിക്കണ്ട. ഈ ബഹളത്തിനിടയ്ക്ക് ഏതെങ്കിലും സൈക്കോ വന്ന് നിന്നെ അറ്റാക്ക് ചെയ്താ നീ നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ലട്ടോ. ആരു? രാജീവ് പൊട്ടിച്ചിരിച്ചു. എന്നെക്കാൾ വലിയ സൈക്കോയോ? ഒന്ന് പോടാ. അവന് മറുപടി പറഞ്ഞുകൊണ്ട് ആരുഷി സംസാരത്തിൽ മുഴുകി. ആരോ ഉറങ്ങിയിരുന്നു. അവനെ പുതപ്പിച്ച് കിടത്തി തൊട്ടടുത്ത് തന്നെ കിടന്ന് ആരുഷി ഉറങ്ങാൻ ശ്രമിച്ചു. അല്പനേരം കഴിഞ്ഞാണ് കണ്ണടഞ്ഞ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ഞെട്ടിണ്ടെന്ന ആരുഷി അല്പനേരം പകച്ചിരുന്നു. തോന്നലായിരിക്കുമെന്ന് കരുതി വീണ്ടും കണ്ണടക്കാൻ ഒരുങ്ങിയപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കോളിംഗ് ബെല്ല് മുഴങ്ങി. അവൾ മൊബൈൽ എടുത്ത് ഓണാക്കി നോക്കി. 11 മണി. ആരെ ഈ നേരത്ത്? അവൾ എഴുന്നേറ്റ് ലൈറ്റെല്ലാം ഓൺ ചെയ്തു. മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുമ്പോട്ട് നടന്നു. ഒരു നിമിഷം രാജീവ് പറഞ്ഞ അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. മുൻവശത്തെ വാതിൽ തുറക്കും മുമ്പ് കർട്ടൻ നീക്കി അവൾ ജനാലയുടെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തൊരു കാറ് കാണുന്നുണ്ട്, പിന്നെ 1-2 പേരും. അവൾ വേഗം വാതിൽ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. അവിനാശ്, ഇനി വല്ല വെള്ളത്തിനോ മറ്റോ വന്നതാവോ? എന്താ, എന്തു വേണം? അവൾ അമ്പരപ്പോടെ തിരക്കി. എനിക്ക് നിങ്ങളോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട്, അതാ നിങ്ങളെ വിളിച്ചത്. പകച്ചു നിൽക്കുന്ന അവളുടെ വലിയ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞു. യാ ഷുവർ, ടെൽ മീ. ഞാൻ അവിനാശ് അറോറ. ഇവിടുത്തെ ഈ പ്ലോട്ട് വാങ്ങിയ ഞാനാ. ആക്ച്വലി ഒരു ആയുർവേദ മരുന്ന് കമ്പനി നിർമ്മിക്കാനാണ്. ഏറെക്കുറെ രേഖകളെല്ലാം റെഡിയായിരുന്നു. അപ്പോഴാണ് പുതിയ പ്രശ്നം വന്നത്. മരുന്ന് ഉൽപ്പാദിച്ചതിന് ശേഷം ബാക്കി വരുന്ന മാലിന്യങ്ങൾ ആർക്കും ദോഷം വരാത്ത രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനൊരു പ്ലാന്റ് ആദ്യം നിർമ്മിക്കണം. അതിൻ്റെ രേഖ കാണിച്ചാലേ നാളെ മുതൽ പണിയൊടുങ്ങാൻ പറ്റുമെന്ന് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. സോ വാട്ട്? ആരുഷി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതായത് ആക്ച്വലി ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലം നിൽക്കും, പ്ലാന്റ് നിർമ്മിക്കാൻ അനുയോജ്യമായ പ്ലേസ് നിൽക്കും. ഇവിടെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ പ്ലേസ് ഞങ്ങൾക്ക് തരണം. നിങ്ങൾ ചോദിക്കുന്ന വില തരാം. മാത്രമല്ല, പുതിയൊരു വീട് നിർമ്മാണം കഴിയും വരെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അതിൻ്റെ ചെലവും ഞാൻ എടുക്കും. നിങ്ങൾ ഈ പേപ്പറിലും സൈൻ ചെയ്യണം. അവൻ അവിടെ നേരെ ഒരു മുദ്ര പേപ്പർ നീട്ടി. വാട്ട്? ഞാനിപ്പോൾ ഈ സ്ഥലം വിൽക്കുന്നില്ല. എനിക്ക് വീട് വിട്ട് പോകാൻ താല്പര്യമില്ല. സോറി, നിങ്ങൾ പോകൂ. ആരുഷി പുറത്തേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഈ വർക്ക് നടന്നേ തീരൂ. ഈ പ്ലേസ് ഞങ്ങൾക്ക് വേണം. അവിനാശി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് എൻ്റെ വീടാ. ഇത് വിൽക്കണോ വേണേ തീരുമാനിക്കും ഞാനാ. എനിക്കിത് വിൽക്കാൻ താല്പര്യമില്ല. ആരുഷി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവിനാശ് വേഗത്തിൽ മുമ്പോട്ട് വന്ന് വാതിൽപ്പടിയിൽ തടസ്സമായി നിന്നു.
നിനക്ക് വേണ്ട പണം തരാമെന്ന് പറഞ്ഞല്ലേ, എന്തിനാ ഈ വാശി? മാന്യമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അവിനാശിന്റെ സ്വരം കടുത്തിരുന്നു. ഓ റിയലി? ഒരു യുവതി തൻ താമസിക്കുന്ന വീട്ടിൽ ആ സമയത്ത് വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിക്കുന്നതാണോ നിന്റെ മര്യാദ? ചോദിക്കുന്നതിന് പകരം നീ ഏൽപ്പിച്ച പോലെ സാധനം തിരികെ വാങ്ങാമെന്ന പോലെ അവകാശത്തിൽ അത് എനിക്ക് തരുന്നത് പറയുന്നതാണോ മര്യാദ? അതല്ല വഴി തടസ്സപ്പെടുത്തി ഈ നിൽക്കുന്നതാണോ നിന്റെ മര്യാദ? ഡോണ്ട് യൂസ് സം മാനേഴ്സ്? ആരുഷി അവന്റെ നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അവിനാശിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവളുടെ ഇരുകൈകളിലും ബലമായി പിടിച്ചുകൊണ്ട് അമർത്തി പറഞ്ഞു, എനിക്ക് മാനേഴ്സ് ഉള്ളതുകൊണ്ടാ ഞാൻ വേറെ ആരെയാക്കാൻ നേരിട്ട് വന്ന്, അല്ലാണ്ട് ഇത്തരം ചീപ്പ് കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. തന്നെപ്പോലുള്ളവരുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നും ഈ അവിനാശിനില്ല. അവനവളെ തള്ളി മാറ്റിക്കൊണ്ട് വീണ്ടും തുടർന്നു. ഞാനിന്ന് തിരികെ മടങ്ങാൻ നിന്നതാ. ഞാനിപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാം. 2 ഡേയ്സ് ഞാനിവിടെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു പോസിറ്റീവ് മറുപടി കിട്ടണം. ഓക്കെ? ഈർഷ്യയോടെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഇറങ്ങി നടന്ന് കാറിൽ കയറി ഇരുളിൽ മറഞ്ഞു. എന്താണ് നടന്നതെന്ന് വിശ്വസിക്കാൻ ആരുഷിക്ക് പ്രയാസം തോന്നി. ഇരുകൈകളും വേദനിക്കുന്നുണ്ടായിരുന്നു. തളർച്ചയോടെ അവൾ അകത്തേക്ക് നടന്നു. അവിടെ ഇരുകൈകളിൽ ചുവന്ന് തിണർത്ത് നിന്നിരുന്ന വിരൽപ്പാടുകൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു.